ഹായ് ഫ്രണ്ട്സ്, ആദ്യമായിട്ടൊക്കെ എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മോരുകറി ശരിക്കും എങ്ങനെ ഉണ്ടാക്കൽ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇതുപോലെ തന്നെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കൽ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വെള്ളരിയാണ് ഇന്ന് മോരുകറി ഉണ്ടാക്കാൻ ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസിൽ വെള്ളരി ചെറുതാക്കി അരിഞ്ഞത് ചട്ടിലേക്ക് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 2-3 പച്ചമുളക് കീറിയതും ഇട്ട് അത് അവിടെ വേവിക്കാൻ വെക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. ഇനി തേങ്ങ 1 കപ്പ്, അതിലേക്ക് ചെറിയുള്ളി, 4 വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂണ്, പിന്നെ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പോളം എടുത്തോളി, അല്ലെങ്കിൽ പുളി ഉള്ളതാണെങ്കിൽ 1/2 കപ്പ് മതി. അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ വെള്ളരി ഇവിടെ വെന്തിട്ടുണ്ടാവും. ഈ അരപ്പ് വെന്ത വെള്ളരിയിലേക്ക് ഒഴിക്കുക. ഒന്ന് ചൂടാക്കിയെടുക്കുക. തിളപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ, ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇത് വറവിടണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ അധികം ഇട്ടണ്ട, എന്തായാലും ഞാൻ ഈ ഉലുവ പെറുക്കിയിട്ടാളും കറി കൂട്ടുമ്പോൾ. അപ്പം ഞാൻ ഏതായാലും തോനെ ഉലുവ ഇട്ട് ഒഴിക്കി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടോളി. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് ഉണക്കമുളകും ഇട്ടിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറവിട്ട് ചട്ടിയിലേക്കാട്ട് ഒഴിച്ചാൽ നമ്മളെ മോര് കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്നാൽ ശരി.